ദ എഫക്റ്റീവ് സ്റ്റാർട്ടപ്പ് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എങ്ങനെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ടിങ് കണ്ടെത്താമെന്നുള്ളത്. സ്റ്റാർട്ടപ്പ് ഐഡിയ മാത്രം വെച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറിച്ചിട്ട് നിങ്ങൾ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് ട്രാക്ഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റാർട്ടപ്പിൽ ഫണ്ടിങ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ ടോപ്പിക്കല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് മിനിമം വയബിൾ പ്രോഡക്റ്റ് ഇറക്കിയതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ടിങ് നിങ്ങൾ റേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി യൂസ്ഫുൾ ആവും. ഫസ്റ്റ് വണ്ണാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പിലുള്ള ഫണ്ടിങ് ആണ് നിങ്ങൾ റേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രീ സീഡിങ് ഫണ്ടാണോ, സീഡ് ഫണ്ടാണോ, സീരീസ് എ ആണോ, സീരീസ് ബി ആണോ, സീരീസ് സി ആണോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ റേസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മുൻപ് തന്നെ തീരുമാനിച്ചിരിക്കണം. സംടൈംസ് ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഇറക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. മാർക്കറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഇറക്കിയതിന് ശേഷം സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതല്ല ഈ ഫണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള സ്റ്റാർട്ടപ്പിനെ അക്വയർ ചെയ്യാൻ പോവാണോ ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഓരോ മെട്രിക്സും നിങ്ങൾ പഠിച്ചിരിക്കണം. മെട്രിക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ കസ്റ്റമേഴ്സ് എത്രയുണ്ട്, നിങ്ങളുടെ റൺ റേറ്റ് എത്രയാണ്, നിങ്ങളുടെ ബേൺ റേറ്റ് എത്രയാണ്. ഇങ്ങനെ ഓരോ ഏരിയാസും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. നാലാമത്തെ കാര്യമാണ് പിച്ച് ഡെക്ക്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ടിങ് റേസ് ചെയ്യാൻ പോകുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പിച്ച് ഡെക്കിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യമാണ് നിങ്ങളുടെ വിഷനും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇൻവെസ്റ്ററിൻ്റെ വിഷനും സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഇനി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് സ്റ്റാർട്ട് വിത്ത് യുവർ നെറ്റ്വർക്ക്. നിങ്ങൾ അറിയുന്ന ആൾക്കാരും നിങ്ങളെ അറിയുന്ന ആൾക്കാരെയും സമീപിക്കുക. അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ആൾക്കാർ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവരെ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ട് വേണം നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ സെക്കൻഡറി കണക്ഷൻസിൽ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവരെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും. പിന്നുള്ളതാണ് നിങ്ങളുടെ സർക്കിളിൽ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നവരും അതിനു പുറമെ ഫണ്ടിങ് റേസ് ചെയ്തതുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അവരോട് അവരുടെ ഇൻവെസ്റ്ററിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറയാം. സെക്കൻഡ് വണ്ണാണ് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഓൺലൈനായിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസാണ് ഏഞ്ചൽ ലിസ്റ്റ്, സീഡ് ഇൻവെസ്റ്റ്, ഫൗണ്ടേഴ്സ് നെറ്റ്വർക്ക്, വൈ കോമ്പിനേറ്റർ. ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും VCസും ഒക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ഏരിയാസാണ്. ഈ പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതാണ്. തേർഡ് വണ്ണാണ് സ്റ്റാർട്ടപ്പ് ഇവൻറ്റ്സിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ഇവൻറ്റ്സ് നടക്കുന്നതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് സ്റ്റാർട്ടപ്പ് ഇവൻറ്റ്സ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും ചെയ്യാൻ പറ്റും. ഫോർത്ത് വണ്ണാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം അവരത് സെല്ല് ചെയ്തിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഇവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ, ക്രഞ്ച്ബേസ്, X.com, ഏഞ്ചൽ ലിസ്റ്റ് ഇങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ ഇവർ വളരെയധികം തന്നെ ആക്റ്റീവാണ്. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഏത് ഇൻഡസ്ട്രിയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇതിനു പുറമെ ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്യാൻ. ഫിഫ്ത്ത് വണ്ണാണ് ആക്സിലറേറ്ററിലും ഇൻക്യുബേറ്റേഴ്സിലും പോയിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പിച്ച് ചെയ്യുക എന്നുള്ളത്. വൺസ് ഇവിടെ പോയിട്ട് നിങ്ങൾ പിച്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് മറ്റുള്ളൊരു ഏഞ്ചൽ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ VCയോ എങ്ങനെയാണ് പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വിസിബിലിറ്റിയും ഇതിനു പുറമെ മെന്റർഷിപ്പും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സിക്സ്ത് വണ്ണാണ് ബിസിനസ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്തും ജേണിയും ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ പിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ഏഴാമത്തേതാണ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. കിക്ക് സ്റ്റാർട്ടർ, ഫണ്ടബിൾ,
ക്രൗഡ് ഫണ്ടർ. ഇതാണ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ചില ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്. എട്ടാമത്തതാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നത് പബ്ലിക്കലി ബിൽഡ് ചെയ്യുക. സോഷ്യൽ മീഡിയാസായ ഇൻസ്റ്റാഗ്രാമും x.comലൊക്കെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ മൈൽ സ്റ്റോൺസും ഇതിനു പുറമെ സ്റ്റോറീസും നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ജേർണി റീച്ച് ആവുന്നതിനനുസരിച്ച് ഈ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ടിങ് റേസ് ചെയ്യാനുള്ള കുറച്ച് വേസ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടം പോലെ വഴിയിലൂടെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഫണ്ട് റേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസ് ചെയ്യാനുള്ള പാകത്തിലുള്ള സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് എന്ത് ടോപ്പിക്കാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സംസാരിക്കേണ്ടതെന്നുള്ളത് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു.